ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ ഒരുപാട് പേര് ഒരുപാട് ടെക്നിക്കുകൾ ചെയ്ത് നോക്കുന്നവരുണ്ട്. അതായത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇഷ്ടമുള്ള ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, വീട് വയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾക്ക്, ഓരോരോ ലക്ഷ്യങ്ങൾക്ക് നമ്മൾ ഓരോരോ ടെക്നിക്കുകൾ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഈ ടെക്നിക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു അഫർമേഷൻ ഉണ്ട്. അതാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്തോ, അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 55x5 മെത്തേഡ്, അങ്ങനെ ഏത് മെത്തേഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു അഫർമേഷൻ അതിൻ്റെ കൂടെ പറയാം. അതേപോലെ വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് ഏത് മെത്തേഡിൻ്റെ കൂടെയും ചെയ്യാം. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ മെത്തേഡിലും ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം കൂടിയാണ്. അതായത് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു അഫർമേഷനും കൂടി യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ആ ഒരു കാര്യം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ അത് നടക്കാൻ വേണ്ടിയുള്ള ചാൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു അഫർമേഷനാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ നോർമലി ഏതൊരു മെത്തേഡ് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാറുണ്ട്. മിക്കതിലും നമ്മൾ ചെയ്യുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അഫർമേഷനാണിത്. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു അഫർമേഷനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് നടത്തി തരുന്നതിന് ദൈവത്തിന് നന്ദി എന്നുള്ളത്. ചില ആളുകൾ ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന് നന്ദി എന്നുള്ളത് പറയാം. അല്ലെങ്കിൽ ചില ആളുകൾ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതിലാണോ വിശ്വസിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് പറയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നടത്തി തന്നതിന് നന്ദി എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലെങ്കിൽ എനിക്കത് നടത്തി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലല്ല പറയേണ്ടത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം നോർമലി സാധാരണ നമ്മൾ അഫർമേഷൻസ് ഒക്കെ പറയേണ്ടത്. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കൂടി നിങ്ങൾ പറയേണ്ട ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പറയേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നടത്തി തന്നതിന് നന്ദി എന്നുള്ള രീതിയിലായിരിക്കണം. ഒരിക്കലും ദൈവമേ എനിക്കത് വേണമെന്ന് ആഗ്രഹമുണ്ട് നടത്തി തരണേ എന്നുള്ളതാവരുത്. അങ്ങനെയാകുമ്പോൾ അത് പെൻഡിങ്ങിൽ കിടക്കുക ചെയ്യാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ നമുക്കത് നടത്തി കിട്ടുള്ളൂ. പകരം നടത്തി തന്നതിന് നന്ദി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മളത് നടന്നു കഴിഞ്ഞു എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മളത് ബിലീവ് ചെയ്യാണ്. യെസ്, ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നടക്കും എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ മൈൻഡിന് വളരെയധികം പവർ ഉണ്ട് എന്നുള്ളത്. ആ പവർ കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളത് പൊതുവേ പറയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മൈൻഡിന് അത്രയും പവർ ഉള്ളത് കൊണ്ടാണ്. നമ്മളൊരു കാര്യം നടക്കണം, യെസ് അതെന്തായാലും നേടിയിരിക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റും. കുറേ വഴികൾ നമ്മുടെ മുമ്പിൽ വരും എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ അത്രയും തീവ്രമായിട്ട് അതിനെ ആഗ്രഹിക്കുമ്പോൾ അതെന്തായാലും നടക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ്, നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിലും അത്രയും അധികം നിങ്ങൾ തീവ്രമായ ആഗ്രഹത്തോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതല്ലാതെ ഇപ്പം എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അയ്യോ ഇത് നടക്കാൻ സാധ്യതയുണ്ടോ, ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ നോക്കി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു വിശ്വാസം അല്ലാണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് നടക്കില്ല. അപ്പോൾ ഏത് മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ പില്ലോ മെത്തേഡ് ആണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും അത് വിശ്വാസത്തോടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു അഫർമേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഏത് മെത്തേഡ് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് 55x5 മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ അത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ജസ്റ്റ് അത് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു അഫർമേഷൻ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. മാനിഫെസ്റ്റേഷൻ വളരെ ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും പറ്റുമെങ്കിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ കൂടുതൽ ടെക്നിക്കുകൾ ആവശ്യമായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ഇതല്ലാതെ കൂടുതൽ ടെക്നിക്കുകൾ അറിയണം, ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ, വിശ്വാസമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അഫർമേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നിക്കുകൾക്ക് വേണ്ടിയിട്ടോ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.